അല്ലാ അല്ലാ 34 ഡിഗ്രി ചൂടുള്ള ഈ സമയത്ത് ഈ കർണാടകയിലും ഞാനിപ്പോൾ വരുന്നത് പാലക്കാട് നിന്നാണ്. അവിടെ 40 ഡിഗ്രിയാണ് ചൂടുള്ളത്. പക്ഷേ നമുക്കത് സഹിക്കുന്നില്ല, നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ചാൺ മുകളിൽ ഈ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുന്നു, അതല്ലെങ്കിൽ 1 മൈൽ മുകളിലെന്നും അഭിപ്രായമുണ്ട്. എത്ര തന്നെയാകട്ടെ, അടുത്തുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു വസ്ത്രവും ധരിക്കാതെ നമ്മൾ നിൽക്കുന്ന ആ വലിയ അദാബുണ്ട് കേട്ടോ. ആ അദാബിൽ നിന്ന് നമുക്ക് രക്ഷ വേണ്ടേ? സുബ്ഹാനല്ലാഹ്. അവിടെ നാം ശഫാഅത്തിന് വേണ്ടി യൗമ യദൂ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. നമ്മുടെ പിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ചൂടിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കാൻ കഴിയാതെ വിഷമത്തോടുകൂടി പോകുന്ന സമയത്ത് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, കിട്ടൂല, എന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ശഫാഅത്ത് ലഭിക്കൂല, തൊട്ടടുക്കലുള്ള പ്രവാചകന്റെ അടുക്കലേക്ക് പോകണം. അങ്ങനെ അവസാനം നാം ചെന്നെത്തുന്നത് ആരുടെ അടുക്കലേക്കാണ് അറിയുമോ? യൗമ യദ്ഉ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. ലോകത്തിന്റെ പ്രവാചകനായ അസ്വാദിഖുൽ മസ്തൂഖ് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ് നാം പോകുന്നത്. ആ സമയത്ത് മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ശഫാഅത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട്, നമുക്ക് ശഫാഅത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന പ്രവാചകൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ നാം വളരെയധികം സ്നേഹിക്കണം. ആ തങ്ങളോടുകൂടെയാവണം നമ്മുടെ ജീവിതം. ആ തങ്ങൾ തൃപ്തിപ്പെടുന്ന രൂപത്തിലാകണം നമ്മുടെ ജീവിതം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വരിക. ആ മഹ്ശറിലുള്ള വലിയ കഠിനമായ അദാബ് കഴിഞ്ഞിട്ട് പിന്നീട് അവിടുന്നതാ ചോദ്യോത്തരങ്ങളുണ്ട്. ആ മഹ്ശറിൽ ചോദ്യങ്ങളുണ്ട്, അതിനുത്തരം പറയേണ്ടതുണ്ട്. കിതാബ് നൽകലുണ്ട്, ആ കിതാബ് സ്വീകരിക്കലുണ്ട്. അത് കഴിഞ്ഞുകൊണ്ടതാ ദോഷികളായ ആളുകളെ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ നരകത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ സഹോദരാ? ആ നരകത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ സഹോദരീ? എത്ര വലിയ ചൂടാണ് നരകത്തിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ 1000 വർഷം കത്തിച്ചു. അപ്പോൾ നരകം ചുവന്നുപോയി. പിന്നീട് 1000 വർഷം കൂടി കത്തിച്ചു. അപ്പോൾ ആ നരകം വെളുത്തുപോയി. തീർന്നില്ല. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ 1000 വർഷം കൂടി അങ്ങ് കത്തിക്കുകയാണ്. എങ്ങനത്തെ 1000 വർഷമാണ് അല്ലാഹു കത്തിക്കുന്നത്? ഈ ദുനിയാവിലെ 1000 വർഷം പോലത്തെ 1000 വർഷങ്ങൾ കൂടുന്ന 3000 വർഷങ്ങളല്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. പരലോകത്തുള്ള ഒരു ദിവസം അത് എന്താണ്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഈ ദുനിയാവിലുള്ള 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് അവിടുത്തെ ഒരു ദിവസത്തിന്. അല്ലാ അല്ലാ, ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. അങ്ങനത്തെ നരകത്തിലേക്കാണ്
ദുനിയാവിലെ 50,000 വർഷങ്ങളടങ്ങുന്ന ഒരു ദിവസമുള്ള 3000 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ച ആ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് പോകാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല, നമുക്കാർക്കും ആഗ്രഹമില്ല. ആ നരകത്തിലെ അവസ്ഥ എന്താണെന്നറിയുമോ സഹോദരാ? ആ നരകത്തിൽ വലിയ അദാബ് തന്നെ. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിൽ കിടന്നുകൊണ്ട് ആരെങ്കിലും ഒന്ന് ദാഹിച്ച് വലയുകയാണെങ്കിൽ ആ നരകത്തിൽ അവന് കുടിക്കാൻ തരുന്നത് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റുമുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്ദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. മഹാനായ തഅവ ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിലൂടെ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിലുള്ള അവസ്ഥ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ സമയത്ത് ഈ ചെറിയ ചൂട് സഹിക്കുമ്പോൾ തന്നെ നമുക്ക് തണുത്ത വെള്ളം എത്ര തന്നെ കുടിച്ചാലും മതി വരുന്നില്ല, അല്ലേ? എന്നാൽ നരകത്തിൽ കിടന്ന് ദാഹിച്ച് വലയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് നമുക്ക് തരുന്ന പാനീയം അത് ചീഞ്ചലമാണ്. അതങ്ങ് കുടിക്കുമ്പോഴേക്കും മുഖമെല്ലാം നാം എത്ര നല്ല രൂപത്തിൽ മിനുക്കി നടന്ന മുഖമാ സഹോദരീ. ഹറാമിന്റെ രൂപത്തിലൂടെ എത്ര വർഷം നാം നമ്മുടെ മുഖം പ്രദർശിപ്പിച്ച് നടന്നു, നമ്മുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടന്നു. ഇല്ല ഇല്ല, അല്ലാഹു നിന്നെ വെറുതെ വിടില്ല സഹോദരീ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് പെണ്ണുങ്ങളെ പറ്റി എന്താണ്? പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ ചരക്കുകളാണ്. ആ ചരക്കുകളാകുന്ന പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടന്നാൽ വലിയ ഫിത്നയുണ്ടാകും, വലിയ ഫസാദുണ്ടാകും. അതുകൊണ്ട് പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന വഖർന ഫീ ബുയൂതികുന്ന എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെയും അത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരീ, ദുനിയാവ് മുഴുവനും വലിയ വലിയ മുത്തുകളും മാണിക്കളുങ്ങളും അടങ്ങുന്ന വലിയ വലിയ മുതൽക്കൂട്ടമാണ്. എന്നാൽ ദുനിയാവിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടമാകുന്ന പെണ്ണ്, ആ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. അത്യാവശ്യത്തിന് പുറത്തിറങ്ങണമെന്ന് വന്നാൽ ശരീരം മുഴുവനും മറച്ചുകൊണ്ടേ പുറത്തിറങ്ങാവൂ. അല്ലാതെ നിങ്ങൾ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ നരകത്തിൽ കിടന്ന് കത്തിക്കരിയേണ്ടി വരും കേട്ടോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഹോദരന്മാരെ, അതുകൊണ്ട് നമുക്ക് പോകേണ്ടതാ നരകത്തിലേക്കല്ല, മറിച്ച് നമുക്ക് പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിൽ നല്ല നല്ല ഹൂറുല്ലീനീങ്ങളായ പെണ്ണുങ്ങളുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹൂറുല്ലീനീങ്ങളായ പെണ്ണുങ്ങളുടെ മുൻപല്ല് കണ്ടപ്പോൾ അവരുടെ മുൻപല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. അത്രയും വലിയ സുന്ദരികളായ പെണ്ണുങ്ങൾ സ്വർഗത്തിലുണ്ടെങ്കിൽ ആ സ്വർഗം നമുക്ക് കിട്ടണോ? ഈ കത്തിച്ചൊലിക്കുന്ന നരകം നമുക്ക് മാറി നല്ല സ്വർഗത്തിന്റെ ആളുകളായി നാം മാറണോ? സ്നേഹിച്ചോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ മദ്ഹുകൾ പാടിയും പറഞ്ഞുകൊണ്ടും ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ ഹബീബായ തങ്ങളുടെ മദ്ഹിന്റെ വേദി ഒരുങ്ങുകയാണ്. നാം ആ വേദി
വിധിയിൽ പങ്കെടുത്തുകൊണ്ട് ഹബീബിന്റെ അടുക്കലേക്ക് എത്താൻ ശ്രമിക്കണം. അതേ ഹബീബായ തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ള സകലത്തേക്കാൾ നമുക്ക് വലുത് അത് തന്നെയാണ്. മരിക്കുന്ന സമയത്ത് ഹബീബിന്റെ നോട്ടം നമുക്കുണ്ടാകും. മരണശേഷവും ഹബീബിന്റെ നോട്ടമുണ്ടാകും. എല്ലാ സമയത്തും ഹബീബോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ വിജയം. അതിനുവേണ്ടി നാം എല്ലാവരും ഒരുങ്ങണം. അതിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത്